ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വാനിറ്റി ഓർഗനൈസിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അതിൽ ഞാൻ കുറേ ഓർഗനൈസേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് എക്സ്ട്രാ ഓർഗനൈസേഴ്സ് എടുത്തു വെച്ചതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്തു വെച്ചതാണ് കേട്ടോ. ഞാൻ ഈ വാർഡ്രോബ് മൊത്തം ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ ഒരു മിററിൻ്റെ ബാക്കിലുള്ള ആ സ്റ്റോറേജ് സ്പേസും പിന്നെ താഴെയുള്ള 2 ഡ്രോയേഴ്സ് ഉണ്ട്, അത് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരുപാട് സമയമായി. അതുകൊണ്ട് പിന്നെ ഞാനത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിന്നില്ല. മുന്നേ ഞാൻ വാനിറ്റി ഓർഗനൈസിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെച്ച രീതിയിലാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു ഈ ഒരു അറേഞ്ച്മെൻറ്റ് മാറ്റണം എന്നുള്ളത്. കാരണം ഇതെനിക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ മറ്റേ സാധനം ചിലപ്പോൾ വീഴും. അങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയുള്ളത്. അപ്പോൾ ഞാനതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി ഷെൽഫെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓർഗനൈസേഴ്സ് എല്ലാം ഒന്ന് തുടച്ച് വെച്ചു. അപ്പോൾ ഇത്രയും ട്രേസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഓർഗനൈസ് ചെയ്തതിൽ ഇതെല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യാനുസരണം ഞാനിതൊന്ന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് ഡിമാർട്ടിൽ നിന്ന്. ഇതെൻ്റെ കയ്യിൽ മുന്നേ ഉള്ള ഓർഗനൈസേഴ്സാണ് ബാക്കിയുള്ളതെല്ലാം. പിന്നെ ഈ 3 പിങ്ക് ഉള്ളതും ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബാക്കിയുള്ള മിക്കതും ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഓർഗനൈസേഴ്സിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേയിൽ ഇക്കാടെ സാധനങ്ങളെല്ലാം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്കാടെ ബെൽറ്റ്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനൊരു ട്രേയിലാക്കി. പിന്നെ നല്ല ഹൈറ്റുള്ള ബോട്ടിൽസൊക്കെ ഞാൻ വലിയ ട്രേയിലാക്കി. അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച ട്രേസ് എല്ലാം ഇതിലോട്ടൊന്ന് എടുത്തു വെച്ചു. പിന്നെ താഴെ 2 ഡ്രോയേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നേ ഇല്ല. ഇതിൽ എന്തൊക്കെയോ പഴയ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ഡ്രോയിലും എന്തൊക്കെയൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ച് ബാക്കിയെല്ലാം കളയാമെന്ന് വിചാരിച്ചു. ആവശ്യമുള്ള കുറച്ച് പേപ്പർ പിന്നെ യൂസർ മാനുവൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം എടുത്തു വെച്ചു. അപ്പോൾ അവസാനം നമ്മൾ ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ അധികം എടുക്കാത്ത സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ പെർഫ്യൂമൊക്കെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് തുറന്ന് കുട്ടികൾ താഴത്തുള്ള സാധനങ്ങളെല്ലാം എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റോല് ഞാൻ കുട്ടികളുടെയാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. കുട്ടികളുടെ ക്രീം, ബോഡി ലോഷൻ, പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടി വരുന്ന കുറച്ച് മരുന്നുകളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ബോക്സിൽ ഞാൻ അത്രയ്ക്ക് യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ റോല് ഞാൻ ഈ 2 ഓർഗനൈസറാണ് വെച്ചത്. അപ്പോൾ ഒന്നിൽ മോളുടെ ഹെയർ ബാൻഡ് എല്ലാം വെച്ചു. പിന്നെ ഒന്നിൽ ഞാൻ ഇപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. ഇനി താഴത്തെ റോല് ഞാൻ എൻ്റെ ഹെയർ ക്ലിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി പിൻ, ഹെയർ ക്ലിപ്സ് അതെല്ലാം ഓരോന്നിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതിൽ ലിപ് ബാം, ഐലൈനർ അങ്ങനെയുള്ളതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ബ്രഷസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. കുട്ടികൾക്ക് കളിക്കാൻ ഇടയ്ക്ക് കൊടുക്കലുണ്ട് കേട്ടോ. ഇനി ഏറ്റവും താഴത്തായിട്ട് ഒരു ട്രേയിൽ ഇക്കാടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസർ
ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓർഗനൈസറിൽ കീ വെച്ചിട്ടുണ്ട്, ഒരു തെർമോമീറ്റർ, പിന്നെ കുറച്ച് ഓയിൻമെൻറ്റ്സ് ആണ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസിങ് രീതി എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. കാരണം മറ്റേത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചുകൂടി ഇടയിൽ സ്പേസൊക്കെ വിട്ടിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ വെച്ചിട്ടുള്ള അവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി താഴത്തെ 2 ഡ്രോയേഴ്സിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. ഒരു മോസ്കിറ്റോ ബാറ്റ്, പിന്നെ എൻ്റെ ഒരു പഴയൊരു പേഴ്സ് കിട്ടിയത്, പിന്നെ ഒരു ട്രെയിൽ കുറച്ച് ചില്ലറ സാധനങ്ങളെല്ലാം കൂടെ ഒരു ട്രെയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ ഡ്രോയിൽ അയൺ ബോക്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്പീക്കർ, പിന്നെ ഒരു കവറിൽ തൊട്ടി കെട്ടാനുള്ള കയറാണ് കേട്ടോ, നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. മോള് തൊട്ടിയിലൊന്നും കിടക്കാത്തതുകൊണ്ട് പിന്നെ ഞാനത് അഴിച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു രീതിയിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും നമുക്കിനി മനസ്സിലാവുക ഇതിനെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോയെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.